കൈരളിയുടെ പ്രേക്ഷകരൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ട് പ്രതികരിക്കുന്നു. CPM കേരളം വീണ്ടും അധികാരത്തിലേക്ക് എത്തും എന്ന് തോന്നിപ്പിക്കുന്ന ശക്തമായ നിലയാണ് കാണുന്നത്. എന്തൊരു ഒത്തൊരുമയോടെയാണ് ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊന്ന്, ലോകം ശ്രദ്ധിക്കുന്ന മലയാളി സമ്മേളനം എന്നാണ്. സ്വാഭാവികമായി അതൊരു പ്രവാസി മനസ്സിൻ്റെതാണെന്ന് തോന്നുന്നു ആ മറുപടി എന്ന് തോന്നുന്നു. ജനകീയം, ജനാധിപത്യം, ഇടതുപക്ഷം എന്ന് പറയുന്ന കമൻറ്റുകൾ വരുന്നുണ്ട്. അതായത് നവകേരളം LDF സർക്കാരിൻ്റെ നന്മ എന്നാണ് മറ്റൊരു പ്രേക്ഷക സുഹൃത്ത് എഴുതുന്നത്. നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള വളരെ ചുരുക്കം സമയം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഇതല്ല, സമ്മേളനത്തിനെത്തിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. അപ്പം നമുക്കുണ്ട് കേട്ടോ കൈരളി ടീമിനും മലപ്പുറത്തിൻ്റെ അഭിവാദ്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിത് പറയാൻ കാര്യം എന്താ, ഞാനിപ്പോൾ ഞാനും കൂട്ടനും കൂടെ സംസാരിച്ചതായപ്പോൾ സമ്മേളന വേദിക്ക് പുറത്തെത്തി. സമ്മേളന വേദിക്ക് പുറത്തും ഈ സമ്മേളനത്തെ കാണാൻ പ്രതിനിധികളല്ലാതെ അകത്തുപോലും കയറാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ അത്ര കടുപ്പം പിടിച്ചതാണ്. അപ്പോൾ ഇവിടെ പുറത്ത് ഇവരെല്ലാവരും ഒത്തുകൂടുന്നു, ഈ മനുഷ്യരെയൊക്കെ കാണുന്നു. അപ്പോൾ ഹലോ, എന്താ പേര്? അഭിമന്യു. ആരുടെ കൂടെയാ വന്നേ? എന്റെ അച്ഛൻ. അച്ഛൻ എവിടുന്നാ വരുന്നേ? എവിടുന്നൊക്കെ വന്ന മനുഷ്യരാ? അപ്പം മലപ്പുറമായി ഇടുക്കി, വയനാട് മലപ്പുള്ളി അടുത്താ പരുമല, പത്തനംതിട്ട ജില്ല. ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നലെ ഓക്കെ. അപ്പൊ മലപ്പുറം അവിടുത്തെ ശബ്ദം കേട്ടല്ലോ. മൂവാറ്റുപുഴ, അങ്ങനെ കോഴിക്കോട് ഉണ്ടല്ലേ. ഹലോ സുഹൃത്തെ, എവിടുന്നാ? കോഴിക്കോട്. ശരി, കോട്ടയം. ഇതിലെ കാര്യം എന്ന് വെച്ചാല് അങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വന്ന മനുഷ്യരാണ്. അവരെല്ലാവരും ഇവിടെ ഒത്തുചേരുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നു. ഈ സമ്മേളനത്തെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? വളരെ വേഗത്തിൽ ഒരാൾ കൈവക്കിയാൽ ആൾക്ക് ഈ അവസരം തരാം. എന്താണ് ഈ പ്രതീക്ഷ? ഈ സമരം, ഈ സമ്മേളനം മൂന്നാം പ്രാവശ്യവും സംശയമില്ല. പ്രതിപക്ഷം ആഞ്ഞു പയറ്റുക. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവുകയല്ല, പക്ഷേ UDF അധികാരത്തിൽ വരില്ല. ഈ ജനം കൂടെ ഉണ്ട്. എങ്ങനെ, എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇതുവരെ ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു കോൺഗ്രസിനെ ആണെങ്കിൽ LDF വോട്ട് ചെയ്യും, കോൺഗ്രസിനെ ആണെങ്കിൽ LDF വോട്ട് ചെയ്യും. നിങ്ങളുടെ അണികളുടെ വോട്ട് അനുഭാവികളുടെ വോട്ട് കിട്ടുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അനുഭാവികളുടെ വോട്ട് പോലും ഇത്തവണ അവർക്കാണെന്നാണ് അവർ പറയുന്നത്. താഴെത്തട്ടിലെ ജനങ്ങളുമായി നവകേരളത്തിന്റെ പുതിയ ഈ നയരേഖ, ഈ ചർച്ചകൾ അത് നാടിന് പ്രതീക്ഷ നൽകുന്നതാണോ? മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത് LDF സർക്കാരിന് മാത്രമാണ്. ഇതുവരെ എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്? വിചാരിക്കുന്നത് കോൺഗ്രസ് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വികസനങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോഴും വികസന പ്രവർത്തനങ്ങൾ ഒരു നെല്ലിയുടെ പോലും വ്യത്യാസം വരാതെ പിന്നെയും സർക്കാർ മുന്നോട്ട് വികസനങ്ങളുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. വികസനം വളരെ കൃത്യമായ ചർച്ചാ വിഷയമാണെന്നാണ് കൃത്യമായി ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ കാരണമാണ് കേരളത്തിൽ വീണ്ടും പിണറായി തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരും. ചില പത്രം എഴുതുന്ന ക്യാപ്റ്റനെ കുറിച്ചൊക്കെ വലിയ സംശയമുണ്ടെന്നാണ് പറയുന്നത്. സംശയം വേണ്ട. ചങ്കുറ്റുള്ള മുഖ്യമന്ത്രി, പ്രളയകാലത്തും ജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി. പ്രളയകാലത്ത് അതേതോ അബദ്ധം പറ്റിയാണെന്നാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞത്. വീണ്ടും അധികാരത്തിൽ വന്നത് തുടർഭരണ അബദ്ധമാണെന്ന് പറയുന്ന കോൺഗ്രസിനെ കാണുന്നില്ല സുഹൃത്തെ. അവര് പറയുന്ന എല്ലാ അബദ്ധങ്ങളെ പറയാറുള്ളൂ. നേരിടണമെന്ന് ഒരു മനുഷ്യൻ കാണിച്ചു കൊടുത്തു. കേരള സംസ്ഥാനത്ത് ഇതുപോലുള്ള പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം എന്ന് കാണിച്ചു കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ജനത്തിന് പൂർണ്ണ വിശ്വാസമാണ്. തികഞ്ഞ രാഷ്ട്രീയ ബോധ്യത്തോടെ സഞ്ചരിക്കുന്ന മലയാളിയാണ് കേരളത്തിലാകെയുള്ളത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് നമ്മൾ പലതവണ മുഖ്യമന്ത്രിമാരുടെ എണ്ണമൊക്കെ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ആ നിലയ്ക്ക് കേരളം, ആ മലയാളിക്ക് മുമ്പിലാണ് നവകേരളത്തിന്റെ പുതുവഴികൾ എങ്ങനെയാവണം. ഇതുവരെ നമ്മൾ സ്വീകരിച്ച വഴികളിലൂടെ നമ്മൾ ഏറെ മുന്നോട്ട് പോയി, നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടപ്പാക്കി അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പുതുവഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ അടിസ്ഥാന ജനവിഭാഗത്തെ ഒപ്പം നിർത്തി അവരുടെ ജീവിതത്തിന് ഊന്നൽ നൽകുന്ന ഒരു വികസന നടപടിയിലേക്ക് പോകും, ഒരു ക്ഷേമ നടപടിയിലേക്ക് പോകും എന്നാണ് ഈ നയരേഖ പറയുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം
അംഗം മറുപടി നാളെയാണ്. അതിനുശേഷം വളരെ സുപ്രധാനമായ നടപടികളിൽ കിടക്കുന്നു. സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പ്, പുതിയ സംസ്ഥാന സെക്രട്ടറി ആര്, അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ നാളെ പറയാൻ പറ്റുമോ? നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് തെരഞ്ഞെടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഒറ്റ ഉത്തരം പറയാം. തെരഞ്ഞെടുക്കും. നാളെ തെരഞ്ഞെടുക്കും. സാധാരണ തെരഞ്ഞെടുക്കാറില്ല. കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ ഇത്തവണ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത്തവണ സംഭവിക്കുന്നുള്ളതാണ്. ഇത്തവണ പല ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങളിൽ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുത്തിട്ടില്ല. പക്ഷേ ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കും. ഏതായാലും ഗോവിന്ദ മാഷിനോട് ഇത്തരം രസകരമായ ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നു. അദ്ദേഹം വളരെ രസകരമായെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സസ്പെൻസിൽ നിൽക്കട്ടെ. ചില പത്രങ്ങൾ സസ്പെൻസ് എന്ന് എഴുതിയുകൊണ്ടാണ് മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി തിരിച്ചടിച്ചത്. ആ സസ്പെൻസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഗോവിന്ദ മാഷിനോട് ചോദിച്ചു, നാളെ മാഷ് വാർത്താ സമ്മേളനം നടത്തും. മാഷിന്റെ മറുപടി എന്തായിരുന്നറിയോ? ഞങ്ങൾ നാളെയും വാർത്താ സമ്മേളനം നടത്തും എന്നാണ്. അതായത് ഇന്ന് ഞാൻ നാളെയും വാർത്താ സമ്മേളനം നടത്തും എന്ന് പറഞ്ഞാൽ മാഷാണ് സെക്രട്ടറി അടിക്കാന്നുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് സമ്മേളനത്തിന്റെ നാളത്തെ ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുക. പുതിയ സംസ്ഥാന സമിതി നിലവിൽ വരും. അവർ ചേർന്ന് സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. ആ സംസ്ഥാന സെക്രട്ടറി നാളെയും വാർത്താ സമ്മേളനം നടത്തും എന്നാണ് ഗോവിന്ദ മാഷ്. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം. മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലേക്കുള്ള പ്രതിനിധികളെയും നാളെ തെരഞ്ഞെടുക്കും. അങ്ങനെ നാളെ അതിനുശേഷം അതിഗംഭീരമായ ഒരു റാലിയിലേക്കും സമാപന പൊതുസമ്മേളനത്തിലേക്കും കൊല്ലം പോകും എന്നുള്ളതാണ്. 71-നും 95-നും ശേഷം മൂന്നാം തവണ കൊല്ലം നാളെ അതിഗംഭീരമായ ഒരു ചുവപ്പ് കോട്ടയായി ചെങ്കടലായി മാറുന്നതിന് എല്ലാ ഒരുക്കങ്ങളുമായി അങ്ങനെ സീതാറാം യെച്ചൂരി നഗറും നീങ്ങുന്നു. കോടിയേരി നഗറിൽ ഇങ്ങനെ പ്രതിനിധി സമ്മേളനം തുടരുന്നു. ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പൊതുചർച്ചയ്ക്ക് മറുപടി പറയുകയാണ്. അജിംഷാദ് അന്ന ഇത്രയേ ഉള്ളൂ. തീർച്ചയായും അതായത് ഈ സമ്മേളനത്തിന്റെ ആശയവും അതിന്റെ മനോഹാരിതയും കേരളത്തിന് നൽകുന്ന ദിശയും ഒക്കെ ഞങ്ങൾ കണ്ടുവരികയായിരുന്നു. പക്ഷേ ഒരു ആവേശത്തെ തൊട്ടറിഞ്ഞത് ഇപ്പോഴാണെന്ന് തോന്നിപ്പോയി. ശരത്ചന്ദ്രൻ, പി വി കുട്ടൻ. തീർച്ചയായും എന്തായിരുന്നാലും അങ്ങനെ സമ്മേളനത്തിന്റെ സമഗ്ര വിശേഷങ്ങൾ, അതായത് രാജ്കുമാറിന്റെ കൂടെ ഉണ്ട് കൊല്ലത്തുകാരനായിട്ടുള്ള അജിംഷാദ് ഈ ആവേശം സ്ക്രീനിൽ കാണുകയാണ്. ശരി നടക്കട്ടെ. ഇന്ന് ഞങ്ങൾക്ക് അധികം റോൾ ഇല്ല, ഇന്ന് കൊല്ലത്ത് നിന്നാണ് ആദ്യം പറഞ്ഞതിനെ ശരത്ത് പറഞ്ഞു. ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ തീർച്ചയായും ശരത്ചന്ദ്രൻ, പുന്നപ്ര വയലാർ നാടിന്റെ ആ ആവേശത്തോട് കിടപിടിക്കുന്നതാണ് കൊല്ലത്തിന്റെയും ആവേശം. പി വി കുട്ടൻ, കയ്യൂരിന്റെയും. ഇപ്പൊ അജിംഷാദിനെ മനസ്സിലായല്ലോ, സ്ക്രീനിൽ എത്തിച്ചല്ലോ. അജിംഷാദ്, കൊല്ലത്തുകാരനായ അജിംഷാദിന് ഇവിടുത്തെ രാഷ്ട്രീയ ആവേശം പുറത്തുള്ളത് കാണാൻ കഴിയുന്നില്ല എന്ന സങ്കടം പറഞ്ഞപ്പോഴാണ് മുദ്രാവാക്യം വിളികളുമായി അവർ കൊല്ലത്തേക്കെത്തിയ ഈ കേരളീയർ, എല്ലാ ജില്ലകളിൽ നിന്നും വന്ന കേരളീയർ ഇവിടെ ഒത്തുകൂടി മുദ്രാവാക്യം വിളിച്ച് ആവേശഭരിതമാക്കിയത്. അജിംഷാദ് തൃപ്തിയായില്ലേ? തീർച്ചയായും. താങ്ക് യു. എന്തായാലും പ്രമേയങ്ങൾ, ചർച്ചയിൽ ഉയർന്നു വന്ന തീരുമാനങ്ങൾ, അതേ സംബന്ധിച്ച് ഉള്ള ആശയങ്ങൾ ഒക്കെയായി സമഗ്രമായ വിവരങ്ങൾ, പിന്നെ വനിതാ ദിനത്തിൽ എങ്ങനെയാണ് പാർട്ടി സമ്മേളനത്തിൽ, സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിഫലിച്ചത്, ഇതൊക്കെ അവരെ വിശദമായി പറിച്ചു കേട്ടു. അതെ, മുഖ്യമന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇനി നാളെയാണ് മറുപടി പറയുക. മുഖ്യമന്ത്രി നാളെയാണ് മറുപടി പറയുക. മുഖ്യമന്ത്രി എന്നതിനേക്കാൾ PB അംഗം അല്ലേ? അതെ, തീർച്ചയായും. അപ്പോ ഇന്നത്തെ ഏറ്റവും സമഗ്രമായ ഒരു ഭാഗമാണ് കഴിഞ്ഞത്. ഇനിയും സമ്മേളനത്തിന്റെ മറ്റു വാർത്തകളിലേക്ക്, സമ്മേളന നഗരിയിൽ നിന്നുള്ള മറ്റു വാർത്തകളിലേക്കൊക്കെ വരണം.